ഹായ് ഗൈസ്, ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് അയിനിക്കാട് വഴിയാണ്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോ 500ാമത്തെ വീഡിയോ എപ്പിസോഡ് പൂർത്തിയാവുന്ന ദിവസമാണ്. 500 വീഡിയോ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അതിന്റെ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഈ ഫോട്ടോ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇടുന്നത്. അയിനിക്കാട് എന്നും എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു സൗകര്യങ്ങൾ കൊണ്ടുവന്നത് നമ്മുടെ കൂട്ടുകാരനും ഒക്കെ MLA ആയിരുന്ന സമയത്താണ്. അപ്പോൾ അത് ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിച്ചു. നല്ലൊരു കോടമഞ്ഞുണ്ട് ഇവിടെ. അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല വെള്ളം ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് ചാത്തങ്കോളാണ്, റൈറ്റ് സൈഡില്. റൈറ്റ് സൈഡിൽ ഇപ്പോ പണി തുടങ്ങാറായിട്ടുണ്ട്. ഇപ്പോ വെള്ളമൊക്കെ അടി കഴിഞ്ഞു, പണി തുടങ്ങാൻ പോണു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടാത്തൊരു കാര്യം, ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഞങ്ങളിന്ന് ചായക്കടയിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഈ മഴ എങ്ങനെ പെയ്യുന്നു എന്നതിനെ കുറിച്ച് വന്നപ്പോൾ അത് ന്യൂനമർദ്ദം കടലിൽ വരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം, അത് ഈ സുകുമാർ അഴീക്കോട് പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും നോക്കാം നമുക്ക്. ഈ പ്രകൃതിയുടെ അന്തരാത്മാവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ ഒരു അക്ഷാംശവും രേഖാംശവും ഒക്കെ ആയിട്ട് കടന്നു പോകുന്ന ഒരു രീതിയാണത്. ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും പറഞ്ഞ് അത് മനുഷ്യർ ഇന്ന് അത് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ പലവട്ടം അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രകൃതിയെ ഇങ്ങനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമ്മളെയാണ് ദ്രോഹിക്കുക. അയ്യോ, എല്ലാതും ഒരു ഗ്രഹമായിട്ടാണ് വരാറ്. ആഗ്രഹമുണ്ട്, ഗ്രഹമുണ്ട്, സത്യാഗ്രഹമുണ്ട്. അപ്പോ അത്യാഗ്രഹം കൂടിയാകുമ്പോൾ അപ്പോ അത് നമ്മുടെ സുകുമാർ അഴീക്കോട് പറയുന്ന ശബ്ദത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഈ ഭൂമിയില് അപ്പൊ ചെറുമലച്ചൻ പറഞ്ഞാൽ എങ്ങനെ നോക്കാം. ഭൂമിയിൽ നമ്മളിങ്ങനെ അത്യാഗ്രഹം കൂടിക്കൂടിട്ടേ ഇതൊരു ഗ്രഹമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഗ്രഹത്തിലത്തെ കരിങ്കല്ലൊക്കെ ഇങ്ങനെ കോറികളൊക്കെ ഇങ്ങനെ പടച്ച തക്കട വരികകളൊക്കെ ഉണ്ട്. ആ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നാശാവട്ടാ. ഞാൻ വേറൊന്നും പറയണമെന്നില്ല. വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണെന്ന് എന്നോട് ചോദിക്കാൻ നിൽക്കണ്ടേ. അപ്പൊ കോറികളാണ് പഠിക്കുക, മണലെടുക്കണ്ട, വെള്ളപ്പൊക്കമാണ് വന്നോട്ടെ. എന്നിട്ട് ദൈവത്തിന് കുറ്റം പറയാലോ. ദൈവം കാരണം ഇങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ഒക്കെ ശരി. ഈ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ എന്തൊട്ട് ചെയ്യണം എടുത്തിട്ട് അവര് പറഞ്ഞേ ദൈവമില്ലാന്ന്. എന്നിട്ട് എന്ത് ചെയ്യണേ? എന്നിട്ട് അവര് പറഞ്ഞു വയനാട് വിഷയം ഉണ്ടായി. എന്താ ദൈവം എവിടെയായിരുന്നു? കൊറോണ വന്നു, ദൈവം എവിടെയായിരുന്നു? അങ്ങനെ കൊറേ നിരീശ്വരവാദികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഈ നാടില്ല ഉണ്ടാവില്ലേ? അങ്ങനെ കുറെ യുക്തിവാദികളും നിരീശ്വരവാദികളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ കാര്യം നോക്കട്ടെ. മക്കളെ, ഞാൻ കൂടുതൽ പറയണമെന്നില്ലേട്ടാ. ദൈവത്തെ വിളിച്ചാൽ നല്ല രക്ഷപ്പെടില്ലേട്ടാ. അപ്പൊ ഞാൻ നിർത്തണേ. ഹാപ്പി സൺഡേ ട്ടാ.